ഏത് ക്യാമ്പസ് ആണ് നല്ലത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അബ്രോഡ് സ്റ്റഡി കൺസൾട്ടേഷൻസ് ഉണ്ടല്ലോ. പിന്നെന്തിനാ ബാംഗ്ലൂരിലേക്കുള്ള കോളേജിലെ അഡ്മിഷൻസ് ആയിട്ട് ഒരു സ്റ്റഡി കൺസൾട്ടൻസ് തുടങ്ങിയത്? ഞാൻ കൺസൾട്ടൻസി അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ബാംഗ്ലൂർ പഠിക്കാൻ വന്നൊരു പുള്ളിയാണ്. BBA വിത്ത് MBA ആണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. ഞാൻ വന്ന സമയത്ത് എനിക്കൊരു ഏജന്റ് ആയിരുന്നു അഡ്മിഷൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ശരിക്കും ഒരു കുട്ടി വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കൺസൾട്ടൻസിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു മെന്റർ എന്ന നിലക്കാണ് ഞാൻ എൻ്റെ ഓൺ ബ്രാൻഡ് മുസ്തഫ കുന്നത്ത് എന്നുള്ള മുഖം പിള്ളേരിലേക്ക് എത്തിക്കുന്നത്. എന്ന് പറയുമ്പോൾ എൻ്റെ ഓൺ ബ്രാൻഡിനെ 170ഓളം ക്യാമ്പസിൽ ഇപ്പോൾ MOE ചെയ്തിട്ടുണ്ട് മുസ്തഫ കുന്നത്ത് എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരാൾ അഡ്മിഷൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് എൻക്വയറി ഓൾസോ ഏത് ക്യാമ്പസ് ആണ് നല്ലത്, ഇന്ന ക്യാമ്പസ്, അവർക്ക് ഡയറക്റ്റ് ഇന്ന ക്യാമ്പസിലോട്ട് വരാം, അവർക്ക് ഡയറക്റ്റ് വന്നിട്ട് അവർക്ക് തന്നെ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം, അവർക്ക് അവരെ കാര്യം തനിയെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ അവനവൻ മതി. ഒരു കൺസൾട്ടൻസിന്റെ ആവശ്യമില്ല. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ഗൂഗിളിലുണ്ട്, AI ചോദിച്ചാൽ പോരെ.